ഈ ഇലാമപ്പഴം വിഷമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ആപ്പിളിനുള്ളിൽ വിഷമുണ്ട്. ഈ ആപ്പിളിനുള്ളിലെ ചെറിയ കുരു അല്ലെങ്കിൽ വിത്ത് സത്യത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നിസ്സാരക്കാരനേ അല്ല. ആപ്പിളിൻ്റെ വിത്തുകൾ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിലടങ്ങിയിരിക്കുന്ന അമിഗ്ഡാലിൻ എന്ന രാസസംയുക്തം നമ്മുടെ ദഹന പ്രക്രിയയിലെ രാസപ്രവർത്തനം മൂലം ഹൈഡ്രജൻ സൈനൈഡ് എന്ന വിഷമായി മാറുന്നു. സൈനൈഡ് കേൾക്കുമ്പോൾ തന്നെ ഭയം തോന്നുന്ന പേര്. നമ്മളെല്ലാവരും ആപ്പിൾ കഴിക്കുന്നവരാണ്. അതിൻ്റെ വിത്ത് പലതവണ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അകത്താക്കിയിട്ടും ഉണ്ടാവും. ഇത് വിഷമാണെങ്കിൽ നമുക്കും എന്തെങ്കിലും സംഭവിക്കേണ്ടതല്ലേ എന്ന ചോദ്യം ഇപ്പോൾ മനസ്സിൽ വരുന്നുണ്ടാവും. അതിന് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, നമ്മൾ ചവച്ചരച്ച് കഴിക്കുന്ന 1-2 വിത്തിൽ നിന്നും ഉണ്ടാകുന്ന വിഷത്തിൻ്റെ അളവ് വളരെ വളരെ ചെറുതാണ് എന്നതാണ്. രണ്ടാമത്തേത്, ഈ വിത്തിൻ്റെ പുറത്തെ കട്ടിയുള്ള ഭാഗമാണ്. അത് അമിഗ്ഡാലിൻ എന്ന വസ്തുവിനെ രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതെ ചെറുത്തു നിൽക്കുന്നു. പക്ഷേ 150 മുതൽ 200 ആപ്പിൾ വിത്തുകൾ ഒരുമിച്ച് ചവച്ചരച്ച് കഴിച്ചാൽ മനുഷ്യ ശരീരത്തിന് അത് ഹാനികരം തന്നെയാണ്. സത്യത്തിൽ നമ്മൾ കഴിക്കുന്ന എല്ലാ ഫലങ്ങളിലും ഇങ്ങനെ ചില പ്രത്യേകതകളുണ്ട്. ആപ്പിൾ വിത്തുകളിലെ വിഷം, നെല്ലിൻ്റെ പുറംചട്ട, കശുവണ്ടിയുടെ കട്ടിയുള്ള പുറന്തോട്, ഇവയൊക്കെ സസ്യങ്ങൾക്ക് അവയുടെ അടുത്ത തലമുറയെ സംരക്ഷിക്കാനുള്ള ഒരു കവചമാണ്. പൂവിടുന്ന ചെടികളെ പരാഗണത്തിനായി ശലഭങ്ങളും തേനീച്ചകളും മറ്റ് ചെറുപ്രാണികളുമൊക്കെ സഹായിക്കുമ്പോൾ അതിൻ്റെ വിത്തിനെ മണ്ണിലെത്തിക്കാൻ നമ്മൾ ഉൾപ്പെടുന്ന പക്ഷിമൃഗാദികളും ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഒരു പഴത്തിൻ്റെ രുചിയുള്ള ഭാഗം ആസ്വദിച്ച് കഴിക്കുന്ന പക്ഷികളും മൃഗങ്ങളും അതിൻ്റെ കട്ടിയുള്ളതോ അല്ലെങ്കിൽ ചവർപ്പുള്ളതോ ആയ വിത്തിനെ മണ്ണിലേക്ക് എത്തിക്കുന്നു. മണ്ണിൽ സ്വന്തമായി ഒന്ന് വേരൂന്നി നിൽക്കുന്നതുവരെ ആ വിത്തിനെ മറ്റ് ജീവികളിൽ നിന്നും കാറ്റിൽ നിന്നും മഴയിൽ നിന്നും ഒക്കെ സംരക്ഷിക്കുന്നത് ഇത്തരം വിഷാംശങ്ങളും കട്ടിയുള്ള പുറംചട്ടയുമൊക്കെയാണ്. ഭൂമിയിൽ ഒരു ആപ്പിൾ മരവും മനുഷ്യൻ്റെ വിശപ്പിനായി കായ്ക്കുന്നില്ല. ഒരു മുന്തിരിവള്ളിയും മനുഷ്യൻ്റെ പ്രണയത്തിന് പശ്ചാത്തലമാകാൻ വേണ്ടി തളിരിടുന്നുമില്ല. നമ്മൾ അവയുടെ പ്രജനനത്തിൻ്റെ ഭാഗമാകുന്നു എന്ന് മാത്രം.